ദിവ്യകാരിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ കരങ്ങൾ കൂപ്പി സ്വീകരിക്കാം. ശോഭ പൂർണ്ണന മാരത്തു പൊൻ കച്ചയണിൻ കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന ആരാധന മാലാഖമാരോട് ചേർന്ന് ഈശോയെ ആരാധിക്കാം. ആരാധന ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന കരങ്ങൾ വീശിക്കൊണ്ട് പാടാം. ആരാധന 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 കരങ്ങൾ കൂപ്പാം. ആരാധന 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 ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് മിഴികൾ ഉയർത്താം. 34 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി. ദിവ്യകാരുണ്യത്തിൽ പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായും ദൈവമായി നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ കണ്ടപ്പോൾ തോമാസ് ശ്ലീഹ വിശ്വാസ പ്രഖ്യാപനം നടത്തി, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഉയർത്തെഴുന്നേറ്റ് കർത്താവാണ്. ഇതാ ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്നത്. വലിയ വിശ്വാസത്തോടുകൂടി അപ്പസ്തോലനോട് ചേർന്ന് നമുക്കും ഈ സമയം ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ നമ്മുടെ കർത്താവും ദൈവവുമായി നമുക്ക് ആരാധിക്കാം. ഈശോ കർത്താവാണെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുക, അധരങ്ങൾ കൊണ്ട് നീ അത് ഏറ്റുപറയേ. നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം ആശീർവദിക്കപ്പെടും. നിന്റെ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവം നിന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വലിയ വിശ്വാസത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു,
ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ നാഥരേ, യേശുവേ രക്ഷക കർത്താവേ നാഥരേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ നാഥനേ. ഇരു കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി യേശുവേ എന്ന് വിളിക്കും മക്കളെ. രക്ഷക കർത്താവേ നാഥനേ, യേശുവേ 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 രക്ഷക കർത്താവേ നാഥനേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന, കർത്താവേ അങ്ങേക്ക് മഹത്വം. യേശുവേ 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 നാഥനേ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രിയമക്കളെ, യേശു കർത്താവാണ്, അവിടെ നമ്മുടെ രക്ഷകനാണ്. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ നമ്മുടെ കർത്താവും രക്ഷകനുമാണ്. അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്ക് ശാന്തമായിട്ടിരിക്കാം, കസേരയിൽ ശാന്തമായിട്ടിരിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം എനിക്ക് പ്രത്യാശ തരുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ജീവിതത്തിൻ്റെതായിട്ടുള്ള കൈപ്പേറിയ ഒരുപാട് ഓർമ്മകളും രോഗപീഠകളുടെ ഒരുപാട് നൊമ്പരങ്ങളും സാമ്പത്തിക തകർച്ചയുടെ വലിയ വേദനകളൊക്കെ ആയിട്ടാണ് ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ നാം എത്തി നിൽക്കുന്നത്. കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ അത് കൈപ്പേറിയ വിഷമാണ്. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴുമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും നെടുവീർപ്പുകളും ദൈവ തിരുസന്നിധിയിൽ നമ്മെ തളർത്തിക്കളയരുത്. തളർന്ന മനസ്സോടും തകർന്ന ജീവിതത്തോടും കൂടി ജീവിതം മുൻപോട്ട് നയിക്കാനുള്ളവരല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി നമ്മൾ. പ്രത്യാശ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു കാര്യം എനിക്ക് പ്രത്യാശ തരുന്നു, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല.
ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മക്കളെ. നുറുങ്ങിയ ഹൃദയവുമായിട്ട് ദൈവത്തിരുസന്നിധി നീ വന്ന് നിൽക്കുമ്പോൾ നിന്റെ കണ്ണുനീരൊപ്പൊന്നൊരു ദൈവം, നിന്റെ അലച്ചിലുകൾ എണ്ണുന്നൊരു ദൈവം, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളിലേക്കും കടന്നു വന്ന് നിന്നെ കണ്ണീരൊപ്പി നിന്റെ കൈപിടിച്ച് നടത്തുവാൻ ശക്തനായ ദൈവമാണ് ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ദൈവം. സാന്ത്വനപ്പെടുത്തുന്ന ദൈവം, സമാശ്വസിപ്പിക്കുന്ന ദൈവം, ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ നമുക്ക് കരുത്തും ബലവും പകരുന്ന ഈ ദൈവതൃക്കരങ്ങളിലേക്ക് ദൈവത്തിരുസന്നിധിയിലിരുന്ന് ഈ സമയം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കാം. കഷ്ടപ്പാടിൻ ഓർമ്മകളല്ല കൈപ്പേറും വിഷമാ അലച്ചിലന്റെ മനസ്സിലേറെ മുറിവുകൾ തീർക്കുന്നു. കഷ്ടപ്പാടിൻ ഓർമ്മകളെല്ലാം കൈപ്പേറും വിഷമാ അലച്ചിലന്റെ മനസ്സിലേറെ മുറിവുകൾ തീർക്കുന്നു. കരുണാവാരിധിയാകും നാഥ കൈകൾ നീട്ടണമേ. പൊൻകരസ്പർശന ഭാഗ്യം നൽകി സുഖമാക്കിയിടണമേ. കണ്ണീർ തുടയ്ക്കണമേ. ആശ്വാസമേകണമേ. 77-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. പ്രിയപ്പെട്ട മക്കളെ, ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മെ തളർത്തുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കാതെ, പരിശുദ്ധാത്മ ശക്തി നമ്മെ നയിക്കാതെ നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം ബുദ്ധിയിലും കഴിവിലും സമ്പത്തിലും ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും നമുക്കൊരുപാട് പരാജയങ്ങളും ഒരുപാട് തകർച്ചകളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗബ്രിയേൽ ദൈവദൂതനിലൂടെ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും ഇനി ജീവിതത്തിൻ്റെ വഴികളിൽ മുൻപോട്ട് പോകാനായിട്ട് ഒരു വഴിയുമില്ലാതെ, ഒരു വാതിലും തുറന്നു കിട്ടാതെ ഒരുപാട് നൊമ്പരപ്പെട്ട് പ്രയാസപ്പെട്ട് ദൈവതിരുസന്നിധി എത്തിച്ചേർന്നവരായിരിക്കാം. ഈശോയുടെ തിരുമുൻപിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്വന്തം കഴിവിലോ ശക്തിയിലോ ആശ്രയിക്കാതെ ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് അത്യുന്നതൻ്റെ ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുതെന്ന് ഈശോ ശിഷ്യന്മാരോട് അരുളി ചെയ്തില്ലേ? ആ ശിഷ്യഗണത്തിലേക്ക് ചേർക്കപ്പെട്ട നമ്മളോട് ഈശോ പറയുന്നുണ്ട്, ദൈവത്തിരുസന്നിധിയിൽ നീ വന്നിരുന്ന് ഈ ജെറൂസലേമിലിരുന്ന് നീ പരിശുദ്ധാത്മാവിന് ശക്തി സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിന് ശക്തി നിന്നിൽ വന്നു കഴിയുമ്പോൾ
നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഏത് പ്രലോഭനങ്ങളെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നിനക്ക് നേരിടുവാനായിട്ട് ആത്മാവ് നിനക്ക് ശക്തി തരും. പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. ആ പരിശുദ്ധാത്മാവിന് ശക്തിക്ക് വേണ്ടി പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ദൈവാത്മാവ്, സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ഏലിയായാലും ഏലീശായാലും നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മിൽ ഓരോരുത്തരിലും, നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ പ്രിയപ്പെട്ട മക്കളിലും, സഭ മുഴുവനിലും നാം ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് നിറയാൻ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് അല്പം നമിച്ച് പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, ആത്മാവിന് ശക്തി നമ്മിൽ നിറയാൻ വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ കനിയണമേ, അഭിഷേകം ചൊരിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം ചൊരിയണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്നിൽ പതിയണമേ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മിൽ നിറയട്ടെ. പരിശുദ്ധാത്മാ അഭിഷേകം നമ്മിൽ കത്തിജ്വലിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയാൻ, അഭിഷേകം നമ്മിൽ ജ്വലിക്കുവാൻ എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ കനിയണമേ, അഭിഷേകം ചൊരിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം ചൊരിയണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്നിൽ പതിയണമേ. അഗ്നിനാവുകളെന്നിൽ പതിയണമേ. ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം തന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്ത, ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം തന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്ത. തീ ചുള്ളിക്കത്തും പോലെ നീറങ്ങണമേ, വെള്ളം തിളക്കുന്ന പോലെ നീ കവിയണമേ. തീ ചുള്ളിക്കത്തും പോലെ നീറങ്ങണമേ, വെള്ളം തിളക്കുന്ന പോലെ നീ കവിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം ചൊരിയണമേ. കരങ്ങളടിച്ച് ആത്മാവേ കനിയണമേ, ശക്തിയോടെ അഭിഷേകം ചൊരിയണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, 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 അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്നിൽ പതിയണമേ, അഗ്നിനാവുകളെന്നിൽ പതിയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിക്കാം യേശുവിനെ. ഹല്ലേലൂയ. മാലാഖമാരോടൊന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, ആത്മാവേ ആരാധന, ആത്മാവേ സ്തുതി, ആത്മാവേ നന്ദി, ആത്മാവേ സ്തുതി, ആത്മാവേ സ്തുതി, ആത്മാവേ ആരാധന, ആരാധന 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 കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമുക്ക് നോക്കാം.
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇതാ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകം ഇതാ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ബലിപീഠത്തിലെ ഈ അഗ്നി, ഈ പരിശുദ്ധാത്മാഗ്നി, അത് നമ്മിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അതൊരിക്കലും കെട്ടുപോകരുത്. നമ്മുടെ ജീവിത വഴികളിൽ, കുടുംബവേദികളിൽ, നമ്മുടെ സഭാ സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിൽ, ജോലിസ്ഥലങ്ങളിൽ, നാം കണ്ടുമുട്ടുന്നവരിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ചൊരിയാൻ പരിശുദ്ധാത്മാഗ്നി, ആ അഗ്നിയുടെ അഭിഷേകം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ സമയം ദൈവത്തിരുസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കാം. നമ്മിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ, ഒരു യുവാവ് എന്ന നിലയിൽ, യുവതി എന്ന നിലയിൽ, ഒരു ബാലിക, ബാലൻ, ഈ നിലകളിലൊക്കെ ദൈവത്തിരുസന്നിധിയിൽ നാം ദൈവത്തിനു മുമ്പിൽ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും നമുക്കുണ്ട്. നാം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുവാൻ, പ്രത്യേകിച്ച് ഈ രാത്രിയിൽ ദൈവത്തിരുസന്നിധിയിൽ അവിടുത്തെ തിരുമുമ്പിൽ നാം ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും എന്നരുളി ചെയ്ത ആ ഈശോയുടെ വാഗ്ദാനത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ആകുലതകളെയും അസ്വസ്ഥതകളെയും ദൈവത്തിരുസന്നിധിയിൽ ശാന്തമായി നമുക്ക് സമർപ്പിക്കാം. അനുഗ്രഹിക്കുന്ന ദൈവം, ആശീർവദിക്കുന്ന ദൈവം, ആ ദൈവത്തിനു മുൻപിൽ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് എല്ലാം സമർപ്പിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ നീ മാറ്റണമേ എന്ന് താഴ്മയോടെ തിരുസന്നിധി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അവിടത്തേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന. ശാന്തമായി മുട്ടുമെന്നുകൊണ്ട് ദിവ്യകാരുണ്യീശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ലോകം മുഴുവനുള്ള എല്ലാ ജനതതികളെയും ഈ സമയം അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്കും അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി ശിരസ്സ് നമിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്ക് താഴ്മയോടെ അവിടുത്തെ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ നാഥ സ്തോത്രം, ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, ഓ നാഥ സ്തോത്രം, ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന. കരങ്ങൾ വീശി ആരാധന, ആരാധന, ഓ നാഥ ആരാധന, ആരാധന, ആരാധന,
നാഥ ആരാധന. ഇരുകരങ്ങൾ നമുക്ക് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കൈമുട്ടുകൾ നിവർത്തി ഇതാ വൈദികന്റെ കരങ്ങളോട് ഉയർന്നു പൊങ്ങി ഈശോ നിന്നെ ആശീർവദിക്കുക. നിന്റെ എല്ലാ രോഗങ്ങളെയും സൗഖ്യപ്പെടുത്താൻ കഴിവുള്ള അത്ഭുതകരം ഈശോ നിന്റെ മേൽ ഉയർത്തുന്നു. നിന്റെ രോഗങ്ങളെ ശാപങ്ങളെ നീക്കാൻ കഴിവുള്ള അത്ഭുതകരം ഈശോ ഇതാ നിന്റെ മേൽ നീട്ടുന്നു. നിന്റെ രോഗങ്ങളെയും കുടുംബ പ്രശ്നങ്ങളെയും കടബാധ്യതകളെയും നീക്കാൻ കഴിവുള്ള അത്ഭുതത്തിന്റെ കരം ഈശോ ഇതാ നിന്റെ മേൽ നീട്ടുന്നു. ഒന്ന് യേശുവിനെ വിളിച്ചേ, യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ചേ. ഈശോ ഇതാ നമ്മെ ആശീർവദിക്കുന്നു. യേശുവേ, യേശുവേ, എല്ലാവരും വിളിക്കട്ടെ യേശുവിനെ. യേശുവേ, ശക്തിയോടെ വിളിക്ക്, സമൂഹം ഒന്നാകെ വിളിക്ക്. ഇതാ ഈശോ അത്ഭുതത്തിന്റെ കരം നീട്ടി, അത്ഭുത രോഗശാന്തി കൊടുത്ത അത്ഭുതകരം, അന്ധനെ സൗഖ്യപ്പെടുത്തിയ അതേ കരങ്ങൾ കൊണ്ട്, തളർന്നവനെ എഴുന്നേൽപ്പിച്ച അതേ കരങ്ങൾ കൊണ്ട്, വൈദികന്റെ കരങ്ങൾ ഉയർന്നു പൊങ്ങി ഈശോ നിന്നെ ആശീർവദിക്കുന്നു. വിളിക്കട്ടെ യേശുവിനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.